Regina, Salve, Salve, Salve Regina. കുരുക്കഴിക്കുന്ന മാതാവ്. 1700-നടുത്ത് ഓക്സ്ബർഗിലെ വിശുദ്ധ പൗലോസിന്റെ ആശ്രമത്തിലെ പുരോഹിതനായിരുന്ന ഹിറോണിമസ് അംബ്രോസിയസ് ലാങ്മെൻട്രൽ വരപ്പിച്ചതാണ് കുരുക്കഴിക്കുന്ന മാതാവിന്റെ ചിത്രം. ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ പ്രത്യേക മധ്യസ്ഥയാണ് കുരുക്കഴിക്കുന്ന മാതാവ്. ഗ്വാഡലൂപ്പ മാതാവ്. 1531 മെക്സിക്കോയിലെ കർഷകനായ ജുവാൻ ഡിഗോയ്ക്കുണ്ടായ ദൈവമാതൃ ദർശനമാണിത്. എല്ലാ വർഷവും ഡിസംബർ 12-നാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. ഗാഡലൂബയിലെ മാതാവ് അമേരിക്കയിലെയും ഫിലിപ്പീൻസിലെയും രക്ഷാധികാരിയായി കണക്കാക്കപ്പെടുന്നു. ഫാത്തിമ മാതാവ്. പരിശുദ്ധ കന്യകാമറിയത്തിന് കത്തോലിക്ക സഭ നൽകിയ നാമനിർദ്ദേശമാണ് ഫാത്തിമ മാതാവ് അഥവാ അവർ ലേഡി ഓഫ് ഹോളി റോസറി ഓഫ് ഫാത്തിമ. ലോകത്തിന് സമാധാനം നൽകുന്ന മാതാവായി ഫാത്തിമ മാതാവ് അറിയപ്പെടുന്നു. ലോകമെമ്പാടും മെയ് 13-ന് ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. അവർ ലേഡി ഓഫ് മിറാക്ലേസ് മെഡൽ. ഫ്രാൻസിലെ പാരീസിൽ 1830 ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസ സമൂഹാംഗമായ വിശുദ്ധ കാതറിൻ ലഗോറയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് അത്ഭുത മെഡലിന്റെ രൂപം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ രൂപത്തിൽ ഒരു മെഡൽ നിർമ്മിക്കണം, അതിലൂടെ ധാരാളം കൃപകൾ ലഭിക്കും. വിശ്വാസത്തോടെ ഇത് ധരിക്കുന്നവർക്ക് ഞാൻ വലിയ അനുഗ്രഹങ്ങൾ നൽകും. പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും അടയാളമായ ഈ മെഡൽ ഇന്ന് അത്ഭുത മെഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. മാതാവിന്റെ മിറാക്കുലസ് മെഡൽ പെരുന്നാൾ ഓരോ വർഷവും നവംബർ 27-നാണ് ആഘോഷിക്കുന്നത്. ലൂർദ് മാതാവ്. പരിശുദ്ധ കന്യകാമറിയത്തെ ഫ്രാൻസിലെ ലൂർദ് എന്ന പ്രദേശത്തുള്ള ജനങ്ങൾ അഭിസംബോധന ചെയ്തിരുന്ന പേരാണ് ലൂർദ് മാതാവ്. ദിവസം തോറും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ജപമാല പ്രദക്ഷിണവും നടക്കുന്ന ലൂർദ് ലോകത്തിൽ പ്രശസ്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. കണ്ണുനീർ മാതാവ്. 1953 ഇറ്റലിയിലെ സിറാക്കൂസ് എന്ന പട്ടണത്തിൽ ജീവിച്ചിരുന്ന ദമ്പതികളിലൂടെ വലിയ അത്ഭുതം പ്രവർത്തിച്ച മാതൃരൂപമാണ് ടിയേഴ്സ് മാതാവ്. പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളുടെ ഓർമ്മ പെരുന്നാൾ എന്ന് അറിയപ്പെടുന്ന ഈ തിരുനാൾ എല്ലാ വർഷവും സെപ്റ്റംബർ 15-നാണ് ആഘോഷിച്ചു വരുന്നത്. അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് അഥവാ അവർ ലേഡി ഓഫ് വേളാങ്കണ്ണി എന്നും അറിയപ്പെടുന്നു. 16 മുതൽ 17 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി പട്ടണത്തിൽ 2 തവണ പ്രത്യക്ഷപ്പെട്ടതായി കേൾവി കേട്ടതിനെ തുടർന്ന് വാഴ്ത്തപ്പെട്ട കന്യകാമറിയത്തിന് ആളുകൾ നൽകിയ ശീർഷകമാണ് ഇത്. എല്ലാ വർഷവും സെപ്റ്റംബർ 8-ന് ആചരിക്കപ്പെടുന്ന ഈ തിരുനാൾ എല്ലാ മതവിഭാഗങ്ങൾക്കും ആശ്വാസത്തിന്റെയും രോഗശാന്തിയുടെയും ഇടമായി നിലകൊള്ളുന്നു. അവർ ലേഡി ഓഫ് ഗ്രേസ്. കന്യകാമറിയത്തിന്റെ മധ്യസ്ഥം വഴി ലഭിച്ച കൃപകൾക്ക് നന്ദിയോടെ നൽകപ്പെടുന്ന ഒരു സ്ഥാനപ്പേരാണ് അവർ ലേഡി ഓഫ് ഗ്രേസ്. കൃപ നിറഞ്ഞവൾ എന്ന് ദൂതൻ സ്വാഗതം ചെയ്ത കന്യകാമറിയം ആ നിമിഷം മുതൽ കൃപയുടെ അമ്മയായി. ഏക മധ്യസ്ഥനായ യേശുവിന്റെ അമ്മ എന്ന നിലയിൽ അവൾ കൃപയുടെ രചയിതാവിന്റെയും കൃപയുടെ വിതരണക്കാരന്റെയും അമ്മയാണ്. ഫെബ്രുവരി 7-ന് നാം കൃപയുടെ മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് ഒഴുകുന്ന ചാലക ശക്തിയായി കൃപയുടെ മാതാവ് നിലകൊള്ളുന്നു. A Lady of Beauty, സുവർണ ഹൃദയമുള്ള കന്യക എന്ന പേരിലും അറിയപ്പെടുന്നു. പ്രാർത്ഥിക്കുക, വളരെയധികം പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക എന്നാണ് പരിശുദ്ധ അമ്മ തന്റെ ഓരോ ദർശനത്തിലും കുട്ടികളോട് ആവശ്യപ്പെട്ടത്. ഈ മാതാവിന്റെ തിരുനാൾ നവംബർ 29-നാണ് ആചരിച്ചു വരുന്നത്. കർമ്മല മാതാവ്. 1251 ജൂലൈ 16-ന് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം നൽകിക്കൊണ്ട് തന്റെ മാതൃപരമായ സ്നേഹത്തിന്റെ സവിശേഷ അടയാളമായി നിർദ്ദേശിച്ചു. ഇത് ധരിച്ചുകൊണ്ട് മരിക്കുന്ന ഒരുവനും നിത്യമായ അഗ്നിയിൽ സഹനം അനുഭവിക്കേണ്ടതായി വരികയില്ല എന്ന് പറഞ്ഞാണ് പരിശുദ്ധ അമ്മ ഉത്തരീയം നൽകിയത്. അതിനാലാണ് കർമ്മല മാതാവിന്റെ തിരുനാൾ ഉത്തരീയത്തിന്റെ തിരുനാൾ എന്നും അറിയപ്പെടുന്നത്. A Lady of Portmain. ഫ്രാൻസിലെ പോർട്ട്മെയിൻ എന്ന ഗ്രാമത്തിൽ 1871 ജനുവരി 17-ാം തീയതി 6 കുട്ടികൾക്ക് പ്രത്യാശയുടെ അമ്മ പ്രത്യക്ഷപ്പെട്ടു. അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തിന് ശേഷം യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ആജ്ഞ പേർഷ്യൻ സൈന്യത്തിന് ലഭിക്കുകയും 10 ദിവസത്തിന് ശേഷം യുദ്ധം അവസാനിക്കുകയും ചെയ്തു. 1872 ഫെബ്രുവരി 2-ാം തീയതി ലെവായിലെ ബിഷപ്പ് പ്രത്യാശയുടെ മാതാവിന്റെ ഔദ്യോഗിക വണക്കത്തിന് പ്രഖ്യാപനം നടത്തി. A Lady of Banyuk. 1933 ജനുവരി 15-നും മാർച്ച് 2-നും ഇടയിൽ ബെൽജിയത്തിലെ ലീച്ച് പ്രവിശ്യയിൽ ബന്യൂക്സിൽ താമസിച്ചിരുന്ന കൗമാരക്കാരിയായ മരിയറ്റ് ബെക്കോയ്ക്ക്
കന്യകാമറിയം 8 തവണ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് ആ ലേഡി ഓഫ് ബെന്യൂക്ക് അല്ലെങ്കിൽ ആ ലേഡി ഓഫ് ദ പുവർ എന്ന വിശേഷണം ലഭിച്ചത്. ഞാൻ കഷ്ടപ്പാടുകൾ ഒഴിവാക്കാൻ വന്നിരിക്കുന്നുവെന്നും എന്നിൽ വിശ്വസിക്കൂ, ഞാൻ നിന്നിൽ വിശ്വസിക്കുമെന്നും അവർ പറഞ്ഞു. അവർ ലേഡി ഓഫ് ചാരിറ്റി. 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ക്യൂബയിലാണ് അവർ ലേഡി ഓഫ് ചാരിറ്റിയോടുള്ള ഭക്തി ഉത്ഭവിച്ചത്. 1916 പോപ്പ് ബെനഡിക്റ്റ് 15 അവർ ലേഡി ഓഫ് ചാരിറ്റിയെ ക്യൂബയുടെ ഔദ്യോഗിക രക്ഷാകര മാതാവായി പ്രഖ്യാപിക്കുകയും സെപ്റ്റംബർ 8 ഈ തിരുനാൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. ജപമാല രാജ്ഞിയായ പരിശുദ്ധ മാതാവ്. എല്ലാ വർഷവും ഒക്ടോബർ 7 ആചരിക്കുന്ന ജപമാല രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ പിറന്നാൾ നൂറ്റാണ്ടുകളോളം വിജയരാജ്ഞിയുടെ തിരുനാൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലേയോ 13 പാപ്പ ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ചു. പരിശുദ്ധ ജപമാല ഓരോ വിശ്വാസികളുടെയും വിശുദ്ധിയുടെ ആയുധമാണ്. അമ്മ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഏത് അന്ധകാര ശക്തികളോടുള്ള യുദ്ധത്തിൽ നമുക്ക് വിജയിക്കാൻ ആകും. കിബേഹോ മാതാവ് 1981 നവംബർ 28 ആഫ്രിക്കയിലെ റുവാണ്ടയിലെ ഒരു ചെറിയ ഗ്രാമമായ കിബേഹോയിൽ ചില വിദ്യാർത്ഥികൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് കിബേഹോ മാതാവ് സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും മാതാവായി ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ പ്രാർത്ഥന മാന്ത്രിയായി മാറുകയും ചെയ്തു. വേർജിൻ മേരിയുടെ ദർശനം ഉണ്ടായതിന് ഓർമ്മയ്ക്കായി നവംബർ 28 ഈ തിരുനാൾ ആചരിക്കപ്പെടുന്നു. ലാസലേറ്റ് മാതാവ്. 1846 സെപ്റ്റംബർ 19 ഫ്രാൻസിസിലെ കുഗ്രാമമായ ലാസലേറ്റിൽ കാലികളെ മേയിച്ചുകൊണ്ടിരുന്ന മാസ്മിൻ ഗിറാഡ്, മെലാനി കാൽവെറ്റ് എന്ന കുട്ടികൾക്ക് അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ ദർശനമുണ്ടായി. വെളുത്ത വസ്ത്രവും സ്വർണ്ണ ഏപ്രനും റോസാപ്പൂക്കളാൽ അലങ്കരിച്ച ഗിരോവസ്ത്രവും കഴുത്തിൽ കുരിശും ധരിച്ച ഈ സ്ത്രീരൂപം ദുഃഖത്തോടും കണ്ണീരോടും കൂടെ കുട്ടികളോട് പറഞ്ഞു, മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി വിശ്രമദിനം ആചരിക്കണം, ദൈവനാമത്തെ ബഹുമാനിക്കണം, ഇല്ലെങ്കിൽ ഭക്ഷ്യക്ഷാമം പോലുള്ള ശിക്ഷകൾ വരും. ഫ്രാൻസ് ബിഷപ്പ് 1851 ഈ ദർശനത്തിന് അംഗീകാരം നൽകുകയും പിന്നീട് ഇത് ലാസലേറ്റ് മാതാവ് എന്നറിയപ്പെടുകയും ചെയ്തു. എല്ലാ വർഷവും സെപ്റ്റംബർ 19 ഈ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നു. ആ ലേഡി ഓഫ് ലോസ്. ബെനോയിറ്റ് റെങ്കുറി ഫ്രാൻസിസിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ആടും മാടും മേയ്ക്കുന്ന ഒരു സാധാരണ പുല്ലുകാരിയായിരുന്നു. 1673 അവൾക്ക് മാതാവ് മറിയം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അവൾ വളരെ സാധാരണയും ദാരിദ്ര്യത്തിൽ ജീവിച്ചവളും പഠനം പോലും ഇല്ലാത്തവളുമായിരുന്നു. പക്ഷേ അവളുടെ ഹൃദയം നിർമ്മലമായിരുന്നു. മാതാവ് മറിയം അവളോട് പറഞ്ഞ സന്ദേശം, ജനങ്ങൾ പാപത്തിൽ നിന്ന് മാറണം, പശ്ചാത്താപം ചെയ്യണം, ദൈവത്തിന് ഇഷ്ടമായ ജീവിതം നയിക്കണം, ശാന്തി തേടണം. ഇതിനുശേഷം അവരുടെ മുഴുവൻ ജീവിതവും പ്രാർത്ഥന, പാപികളുടെ മടക്കം, തീർത്ഥാടകർക്ക് സഹായം എന്നീ കാര്യങ്ങൾക്കായി സമർപ്പിച്ചു. ആ ലേഡി ഓഫ് ലോസ് തിരുനാൾ സാധാരണയായി മെയ് 1 ആഘോഷിക്കപ്പെടുന്നത്.